നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, അത് കണ്ടിട്ട് പ്ലാന്റഡ് ടാങ്കുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന പ്ലാന്റഡ് ടാങ്കുകൾ ഞാൻ ഇവിടെ വീഡിയോസിൽ കാണിക്കുന്ന അത്രയും നന്നാകുന്നില്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വരുന്നില്ല. നിങ്ങൾ ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞാൻ വീഡിയോസ് കാണിച്ചിട്ടുള്ള ഏതെങ്കിലും പ്ലാന്റഡ് ടാങ്കിൻ്റെ സെറ്റിങ്ങിൻ്റെ അതേ പടി തന്നെയാണോ ചെയ്തത്? അല്ല, നിങ്ങൾ എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ലഷ് ഗ്രീൻ ഗ്രോത്ത് ഉള്ള പ്ലാന്റഡ് ടാങ്ക് കിട്ടണമെങ്കിൽ ഒരു ടാങ്ക് സെറ്റിങ്ങിൻ്റെ വീഡിയോ കൂടി കാണിച്ചു തരാം. ഇതുപോലെ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ടാങ്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 3 അടി നീളവും 1.5 അടി വീതിയും 1.5 അടി ഉയരവുമുള്ള ഒരു അക്വേറിയമാണ്. ഒരു പ്ലാന്റഡ് ടാങ്ക് സെറ്റിങ്ങിൻ്റെ ഏറ്റവും ആദ്യത്തേതും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള പടി എന്ന് പറയുന്നത് ബാക്ടീരിയ കൾച്ചർ ആഡ് ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നത് നൈട്രിപ്രോ എന്ന നൈട്രിഫൈം ബാക്ടീരിയ ആണ്. നൈട്രിപ്രോയ്ക്ക് മുകളിലായി നൈട്രാക്റ്റ് എന്ന മറ്റൊരു പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബാക്ടീരിയയുടെ ഗ്രോത്ത് വളരെ വേഗത്തിലും എഫിഷ്യൻറ്റുമായിട്ടുള്ള രീതിയിൽ നടക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു. എവിടെയൊക്കെ ബാക്ടീരിയ ആഡ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ മുകളിലായി നൈട്രാക്റ്റ് കുടഞ്ഞിടുക. അടുത്തതായി ചെടികൾക്ക് ആവശ്യമായ വളം പ്രൊവൈഡ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. സബ്സ്ട്രേറ്റിനെ പലരും ചരലായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ടെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഇത് ചരലല്ല, ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വളമാണ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പോട്ടിംഗ് സോയിലൊക്കെ വളം ഒരുപാടുള്ളതാണ്. അതൊന്നും അക്വേറിയത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം പോട്ടിംഗ് സോയിലിൽ ഒരുപാട് അമോണിയ കണ്ടൻ്റ് ഉണ്ട്. പോട്ടിംഗ് സോയിൽ ബേസിക്കായി ഉപയോഗിക്കുന്നത് ചെടികളുടെ വളർച്ചയ്ക്ക് മാത്രമാണ്. പക്ഷേ നമ്മുടെ ഈ അക്വേറിയത്തിൽ ചെടികൾ മാത്രമല്ലല്ലോ, ഇവിടെ മീനുകൾക്ക് അതിജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ലിവിങ് എൻവിറോൺമെൻ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ അമോണിയ കണ്ടൻ്റ് ഉണ്ടാകുന്നത് മീനുകൾക്ക് വളരെയധികം ദോഷം ചെയ്യും. അതുകൊണ്ട് പോട്ടിംഗ് സോയിൽ ഉപയോഗിക്കരുത്, സബ്സ്ട്രേറ്റ് തന്നെ ഉപയോഗിക്കുക. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് പ്രൊഡാക്കിൻ്റെ ഫോണ്ടോ വിവോ എന്ന സബ്സ്ട്രേറ്റ് ആണ്. അക്വേറിയത്തിൻ്റെ ബോട്ടത്തിൽ ഉടനീളം സബ്സ്ട്രേറ്റ് ഇടേണ്ട ആവശ്യമില്ല. സബ്സ്ട്രേറ്റ് ഞാൻ പറഞ്ഞുവല്ലോ, ചെടികൾക്കുള്ള വളമാണ്. നമ്മൾ എവിടെയെല്ലാമാണ് പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് മാത്രമേ സബ്സ്ട്രേറ്റ് ഇടേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ഈ ടാങ്കിൻ്റെ അരികുവശങ്ങളിലൊന്നും പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് സബ്സ്ട്രേറ്റ് പുറകിലേക്കും വശങ്ങളിൽ നിന്നുമെല്ലാം വലിച്ചു നീക്കിയിട്ടത്. ഇനി ഞാനിതിൽ അക്വ സോയിലാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് കോൺട്രോ സോയിലാണ്, മെയ്ഡ് ഇൻ ജപ്പാൻ ആയിട്ടുള്ള കോൺട്രോ സോയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വശങ്ങളിലും അതുപോലെ തന്നെ സബ്സ്ട്രേറ്റിൻ്റെ മുകളിലും ഒരു 2.5 ഇഞ്ച് കനത്തിൽ നമ്മൾ കോൺട്രോ സോയിൽ ഇട്ട് കൊടുക്കുക. കോൺട്രോ സോയിൽ ഒരു 2.5 ഇഞ്ച് കനത്തിൽ ഇട്ട് കൊടുത്താൽ ചെടികൾ നമുക്ക് നല്ലോണം താഴ്ത്തി വയ്ക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് ചെടികൾ പറഞ്ഞു പോരില്ല. നമ്മൾ ഒരു 2.5 ഇഞ്ച് കനത്തിലെങ്കിലും അക്വ സോയിൽ ഇട്ട് കൊടുക്കണം. ഈ ഡ്രിഫ്റ്റ് വുഡ് കണ്ടു. ഈ ഡ്രിഫ്റ്റ് വുഡിൽ നല്ല പച്ചപ്പായിട്ടിരിക്കുന്നത് മോസാണ്. വീപ്പിംഗ് മോസ് എടുത്ത് ഡ്രിഫ്റ്റ് വുഡിൽ കോട്ടൺ നൂല് വെച്ചുകൊണ്ട് കെട്ടിവെച്ചതിന് ശേഷമാണ് ഇത് ടാങ്കിലേക്ക് നമ്മൾ ഇറക്കി വയ്ക്കുന്നത്. ഈ ഡ്രിഫ്റ്റ് വുഡ് ഈ ടാങ്കിൽ തന്നെ ഇരുന്നതാണ്. അതുകൊണ്ട് ഈ ഡ്രിഫ്റ്റ് വുഡ് ഇതിൽ സ്യൂട്ടബിൾ ആയിരിക്കും എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ടാങ്കിൻ്റെ ഉള്ളിൽ ഡ്രിഫ്റ്റ് വുഡ് വെച്ച് അതിൽ മോസ് അറ്റാച്ച് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ആ പ്രവൃത്തിക്ക് പകരം മോസ് ടാങ്കിൻ്റെ പുറത്ത് ഡ്രിഫ്റ്റ് വുഡിൽ അറ്റാച്ച് ചെയ്ത് ആ ഡ്രിഫ്റ്റ് വുഡാണ് ഇതിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത്. മോസിൻ്റെ ഒപ്പം ഡ്രിഫ്റ്റ് വുഡിൽ അനൂബിയാസിൻ്റെ ഗ്ലാബ്ര കൂടി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്രിഫ്റ്റ് വുഡിനെ ഒരു സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി നമുക്കൊരു കല്ല് വെച്ച് കൊടുക്കാം.
ഈ ടാങ്കിൻ്റെ ഫോർഗ്രൗണ്ടിൽ മണലാണ് ഇടാൻ പോകുന്നത്, അതുകൊണ്ടാണ് ആ പോർഷൻ ഒഴിച്ചിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ ചാല് പുറകുവശത്തേക്ക് ഉണ്ടാക്കി അതിലും കുറച്ച് വെളുത്ത മണൽ ആഡ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് കല്ലുകൾ വെച്ചുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിൽ വയ്ക്കുന്നത് സേറിയ സ്റ്റോണുകളാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് അനുബിയസ് ഗ്ലാബ്രയും അതുപോലെ തന്നെ ജാവ ഫേണും ഈ വുഡിനോട് ചേർത്തും കല്ലുകളിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടാങ്കിൽ വെള്ളം നിറച്ച് വെള്ളം തെളിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫോർഗ്രൗണ്ടിൽ ഇടാൻ ഉദ്ദേശിക്കുന്ന വെളുത്ത മണൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ടാങ്ക് സെറ്റിംഗ് കഴിഞ്ഞു. പ്ലാന്റിങ്ങിൻ്റെ വീഡിയോ കവർ ചെയ്യാൻ സാധിച്ചില്ല, അതുകൊണ്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഇവിടെ ഫോർഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്നത് മൈക്രാന്തിമം ഉംബ്രോസം അഥവാ മോണ്ടി കാർലോ എന്ന കാർപ്പറ്റ് പ്ലാന്റ് ആണ്. ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റ്സ് റോട്ടാല HRA, റോട്ടാല ഗ്രീൻ, മിരിയോഫിലം, റെഡ് അക്വാട്ടിക്കം എന്നിവയാണ്. ഏഴ് ദിവസത്തിന് ശേഷം ഞാനിതിൽ കുറച്ച് ഹൈഗ്രോഫില പിനാറ്റിഫിഡ ആഡ് ചെയ്തിട്ടുണ്ട്. പതിനാല് ദിവസം കൊണ്ടും ഈ ഫോർഗ്രൗണ്ടിൽ വളരെയധികം എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നത് കൊണ്ട് നമുക്കത് കവർ ചെയ്യാൻ കുറച്ച് ഫ്ലെയിം മോസ് റോക്കിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഈ ടാങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം മോസ് ചെറിയ പീസുകളാക്കി റോക്കിൻ്റെ മുകളിൽ വെച്ച് അത് കോട്ടൺ ത്രെഡ് ഉപയോഗിച്ചുകൊണ്ട് കെട്ടിയിട്ടാണ് ഈ ടാങ്കിൽ പലയിടങ്ങളിലായി നമ്മൾ മിഡ് ഗ്രൗണ്ടിൽ വെച്ചു കൊടുക്കാൻ പോകുന്നത്. ഈ ടാങ്കിലേക്ക് പ്രകാശം നൽകുന്നത് സൺസണിൻ്റെ ADS 500 എന്ന 2 ലൈറ്റുകളും ഇതിൻ്റെ ഫിൽട്രേഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലൂവലിൻ്റെ FL 307 ആണ്. സിലിണ്ടർ വെച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്. 1 സെക്കൻഡിൽ 1 ബബിൾ എന്ന രീതിയിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് സപ്ലൈ ഉറപ്പുവരുത്തുന്നത്. വീഡിയോ നമ്മൾ കണ്ടു. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എന്താണോ കാണിച്ചത് അതുപോലെ തന്നെ എക്സാക്റ്റ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇഫ് യു ആർ ഗോയിങ് ടു കോംപ്രമൈസ്, എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. കാരണം കോംപ്രമൈസ് ചെയ്താൽ ഞാൻ പറയുന്ന ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഞാൻ കാണിച്ച ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയില്ല. അതിൽ പകരം ഒരു നോൺ പ്ലാന്റഡ് ആയിട്ടുള്ള ഒരു അക്വേറിയം സെറ്റ് ചെയ്ത് അതിൽ സാറ്റിസ്ഫൈഡ് ആവുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.